തിരുവാതിര മത്സരവേദിയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. ഇവിടെ തിരുവാതിരകളി പുരോഗമിക്കുന്നു. 16 ടീമുകളാണ് മത്സരിക്കുന്നത്. അതിൽ 13ാമത്തെ ടീമിന്റെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 3 ടീമുകളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഗംഭീരമായ മത്സരം നടക്കുന്നു. ഗംഭീരമായി ഈ വിദ്യാർത്ഥികൾ ഗംഭീരമായി തന്നെ അവരുടെ ടാലന്റ് അത് വേദിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. നമ്മളിവിടെ വരുമ്പോൾ ഈ തിരുവാതിരയിലെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് അധ്യാപകര്, പഴയ അധ്യാപകര്, ഈ ശാസ്ത്രീയമായി പഠിച്ച് പണ്ട് ഒരുപാട് പ്രൈസുകളൊക്കെ നേടി ഇപ്പോൾ പ്രായമായ ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും ഈ മത്സരങ്ങൾ കാണാൻ വേണ്ടി ഈ വേദിയിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ നേരത്തെ കണ്ടു. ഒരുപാട് പേരോട് നേരത്തെ നമ്മൾ സംസാരിച്ചു. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളിലേക്ക് പോകേണ്ടതുണ്ട്. ശരിക്ക് അലി അക്ബർ ഷാ, ഇത് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതൊരു നിറഞ്ഞ സദസ്സിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അതെ, ഞാൻ വരുമ്പോൾ നമ്മളുടെ ഒരു ധാരണയാണല്ലോ, നമുക്ക് വലിയ ധാരണ ഇല്ലാത്തതിന്റെ ഒരു ധാരണയാണ്. കാണാൻ വേണ്ടി മാത്രം ആളുകളുണ്ട്. ഒരുപാട് ദൂരത്തു നിന്ന് കാണാൻ വേണ്ടി മാത്രം എത്തിയ ആളുകളുണ്ട്. അതിന്റെ ഒരു പരിചയക്കാരനും ഒരു പ്രമുഖനും വേദിയിലുണ്ട്. ഒന്ന് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് സത്യവുമാണ്. കാരണം ഈ തിരുവാതിര കളി കാണാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിയ ഒരുപാട് പേർ, വിശിഷ്ട അതിഥികൾ അടക്കമുണ്ട്. നവ്യ നായരുടെയും പാർവതിയുടെയും, നടി പാർവതിയുടെയും ഒക്കെ മാഷാണ് എണ്ണക്കാട്. തീർച്ചയായും. അപ്പോൾ വിശിഷ്ടാതിഥികളടക്കം തിരുവാതിര കാണാൻ വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ ആദിൽ പാലോടും അലി അക്ബർ. നമ്മുടെ കുട്ടികൾ ഇവിടെ തയ്യാറാണ്.